അർജന്റീനയുടെ ഓരോ മത്സരവും കഴിയുമ്പോൾ റഫറിക്കും ഫിഫയ്ക്കുമാണ് കിടക്കപ്പുറതി ഇല്ലാത്തത്. കഴിഞ്ഞ കളികൾക്ക് ശേഷം കണ്ട അതേ കാഴ്ചയാണ് ഇത്തവണ ഇംഗ്ലണ്ടിനെ കെട്ടുകെട്ടിച്ച സെമി ഫൈനൽ മത്സരത്തിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മുൻ റഫറിമാർ മുതൽ ഫുട്ബോൾ പണ്ഡിതന്മാർ വരെ വിമർശനവുമായി ഇപ്പോൾ ഗ്രൗണ്ടിലുണ്ട്. മെസ്സി ഓഫ് സൈഡ് വിളിച്ചില്ല, എൻഡോ ഫെർണാണ്ടസ് എലിയറ്റ് ആൻഡേഴ്സനെ ബ്രൂട്ടൽ ടാക്കിൾ ചെയ്തു എന്നിങ്ങനെ ആരോപിച്ച് ഇംഗ്ലീഷ് ഫാൻസ് കട്ടക്കലിപ്പിലാണ്. എന്നാൽ നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ അർജന്റീന ആരാധകരും. ഒരൊറ്റ ടാക്കിൾ കളിയിലെ ചൂട് പിടിച്ച ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. എൻസോ ഫെർണാണ്ടസ് എലിയറ്റ് ആൻഡേഴ്സനെ വീഴ്ത്തിയ ആ ഒരു നിമിഷം ഇത് വെറും ഒരു സാധാരണ ടാക്കിൾ ആയിരുന്നോ, അതോ റെഡ് കാർഡ് അർഹിക്കുന്ന ഒന്നായിരുന്നു എന്നാണ് വിമർശകരുടെ ചോദ്യം. ഇത് റെഡ് കാർഡ് അർഹിക്കുന്ന ടാക്കിൾ ആയിരുന്നുവെന്നും റഫറിയും വാർ പാനലും ഇതിനു നേരെ കണ്ണടച്ചെന്നുമാണ് അർജന്റീന വിരുദ്ധർ വാദിക്കുന്നത്. താരങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം ഫൗളുകൾ കർശനമായി ശിക്ഷിക്കപ്പെടണമെന്നാണ് ഇവരുടെ പക്ഷം. ഇത് കളിയിലെ ഫ്ലെയർ പ്ലേക്ക് നിരക്കാത്ത ഒന്നായിരുന്നുവെന്നും പല മുൻ താരങ്ങളും ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നു. എന്നാൽ കളിക്കളത്തിലെ ഇത്തരം ഫിസിക്കൽ ടാക്കുകൾ പ്രീമിയർ ലീഗ് ശൈലിയിൽ സ്വാഭാവികമാണെന്ന് വാദിക്കുന്നവരും കുറവല്ല. മെസ്സി ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നിട്ടും റഫറിമാർ അത് അനുവദിച്ചു നൽകിയെന്നാണ് മറ്റൊരു വിമർശനം. ആധുനിക ഫുട്ബോളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ വാർ സംവിധാനം ഉണ്ടായിട്ടും മെസ്സിയുടെ ഈ ഒരു ഓഫ് സൈഡ് പൊസിഷൻ കണ്ടെത്താൻ കഴിയാത്തത് റഫറിയിലെ വലിയ പരാജയമെന്നാണ് വിമർശകർ ആരോപിക്കുന്നത്. എന്നാൽ പാസ് നൽകിയ സമയത്ത് മെസ്സി ഡിഫൻഡർമാർക്കൊപ്പമായിരുന്നുവെന്നും സാങ്കേതികമായി അതൊരു ക്ലീൻ മൂവ്മെന്റ് തന്നെ ആയിരുന്നു എന്നാണ് മെസ്സി ഫാൻസിന്റെ വാദം. സെമി ഫൈനൽ പോലെയുള്ള വമ്പൻ പോരാട്ടങ്ങളിൽ ഇത്തരം വിവാദങ്ങൾ പതിവാണെങ്കിലും റഫറിയിലെ സുതാര്യതയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയർത്താൻ ഇന്നലത്തെ സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഫൈനൽ പോരാട്ടങ്ങൾ നടക്കാനിരിക്കെ കളിക്കളത്തിലെ നിയമങ്ങളും റഫറിയുടെ തീരുമാനങ്ങളുമെല്ലാം കൂടുതൽ കർശനമായി വിലയിരുത്തപ്പെടുമെന്ന് ഉറപ്പാണ്. അതേസമയം വിജയത്തിന് ശേഷം അർജന്റീന താരങ്ങൾ നടത്തിയ വിജയാഘോഷം ഫിഫയുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഫോക്ലാൻഡ് ദ്വീപുകളിന്മേലുള്ള തങ്ങളുടെ അവകാശം ഉന്നയിക്കുന്ന ബാനർ മൈതാനത്ത് പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് അർജന്റീന ടീമിന്റെ പെരുമാറ്റം ഫിഫ വിലയിരുത്തി വരികയാണെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. കളിക്ക് ശേഷം നടന്ന ആഘോഷങ്ങൾക്കിടയിലാണ് മിഡ്ഫീൽഡർ ജിയോവാനി ലോ സെൽസോയും ഡിഫൻഡർ നിക്കോളാസ് ഒറ്റാമെന്റിയും ഉൾപ്പെടുന്ന താരങ്ങൾ ഗ്യാലറിയിൽ നിന്ന് ആരാധകർ നൽകിയ ഒരു ബാനർ കയ്യിലെടുത്തത്. അർജന്റീനൻ ഭാഷയിൽ ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്നെഴുതിയ ബാനറാണ് താരങ്ങൾ ഉയർത്തിയത്. ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്നാണ് ഇതിനർത്ഥം. ലോ സെൽസോ ഈ ബാനർ പിന്നീട് ഗ്രൗണ്ടിൽ വിരിച്ചിടുകയും ചെയ്തു. ഫുട്ബോൾ നിയമങ്ങൾ നിർവചിക്കുന്ന IFAB, ലോക ഫുട്ബോൾ സംഘടനയായ ഫിഫ എന്നിവയുടെ നിയമപ്രകാരം മത്സരത്തിനിടയിലോ സ്റ്റേഡിയത്തിനകത്തോ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ ചിഹ്നങ്ങളോ പ്രദർശിപ്പിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ്. അതിനാൽ അർജന്റീന താരങ്ങളുടെ പ്രവൃത്തി ഫിഫയുടെ ചട്ടങ്ങളുടെ ലംഘനമായി തന്നെ കണക്കാക്കപ്പെടുന്നു. ടൂർണമെന്റിലുടനീളം ഫിഫ ടീം എന്ന പേരുദോഷം കേട്ട അർജന്റീനയ്ക്കെതിരെ ഫിഫ എന്ത് അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നതും ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.